കുറെ റിസൾട്ട് വന്നപ്പോൾ കുട്ടികളുടെ എന്താണ് ആശങ്കയുണ്ട്, കൺസേൺ അബൌട്ട് ബോത്ത് എഴുതണോ അല്ലെങ്കിൽ ഏത് എഴുതണോ, സിംഗിൾ എഴുതണോ. നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടാവും, മെജോറിറ്റി ആളുകളും തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്താ സിംഗിൾ മതി അല്ലേ, അതായിരിക്കും. ഈ ബോത്ത് എഴുതുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തീരുമാനിക്കാം ബോത്ത് വേണോ. ഓക്കെ, അതിന് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ആസ് എ ഫാക്കൽറ്റി ചിലപ്പോൾ നമ്മൾ ചില കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മൾ ബോത്ത് എഴുതിക്കോ, അപ്പോൾ ഒരെണ്ണത്തിന്റെ കൂടെ മറ്റും കൂടെ എഴുതുമ്പോൾ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ക്യാരി ആ പരിപാടിയൊക്കെ കിട്ടും, അറിയുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ഇതാണ്, ലെറ്റ്സ് സോൾവ് യുവർ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഡിസംബർ 2026 അറ്റംപ്റ്റിന് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾ ഹൂ ഷുഡ് വാച്ച് ദിസ്, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ ആർക്ക് റിലേറ്റഡ് ആണ്? ശ്രദ്ധിക്കണം. യു അപ്പിയർഡ് ജൂൺ എക്സാം, നിങ്ങൾ ജൂൺ എക്സാം എഴുതിയവരല്ലേ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു കുഡിന്റ് ക്ലിയർ ദാറ്റ് എന്ന് പറയാം. അടുത്ത്, യു ആർ കറന്റ്ലി അറ്റൻഡിങ് ഗ്രൂപ്പ് ഏതാണ്? നിങ്ങൾ അവരല്ലേ. ഓ പ്ലാനിങ് വേണ്ട. യു ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് ഷുഡ് ഐ റൈറ്റ് ബോത്ത് ഗ്രൂപ്പ് എഴുതണോ അല്ലെങ്കിൽ ഏതാണോ സിംഗിൾ ഗ്രൂപ്പ് എഴുതണോ. ഈ ഡിസ്കഷന് ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏതെങ്കിലും ഒരു ബോത്ത് ഗ്രൂപ്പ് വേണോ സിംഗിൾ ഗ്രൂപ്പ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതിനാണ് കൂടുതൽ ചാൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കുറച്ച് പോയിന്റുകളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണോ എന്ന് ഉറപ്പുവരുത്തണം ആദ്യം. എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾ സ്റ്റഡിങ് ഗ്രൂപ്പ് ഏതാണ്? 2. ഇനിയിപ്പോൾ ഗ്രൂപ്പ് 2 എഴുതുന്നല്ല, ഗ്രൂപ്പ് 1 പഠിച്ച് എഴുതിയ, ഇപ്പൊ ഗ്രൂപ്പ് 2 പഠിക്കുന്നവരാണ് നിങ്ങൾ, 1 കഴിഞ്ഞവരാണ്. നേരെ തിരിച്ചുള്ള ആളുകൾക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. ആരാ? ഗ്രൂപ്പ് 2 എന്ത് ചെയ്ത് പഠിച്ച് എക്സാം എഴുതി, ചിലടത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഗ്രൂപ്പ് 1 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതായിരുന്നു, വൈസ് വേഴ്സ. നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ക്ലാസ് എന്നാണ് എൻഡ് ചെയ്യാൻ പോകുന്നത്? ഒക്ടോബർ ലാസ്റ്റ് വീക്ക്, അത് ഒക്ടോബർ. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴാണ് സ്റ്റഡി ലീവ് കിട്ടുക? നവംബറും ഡിസംബറും. ഓക്കെ, ഇനി സ്യൂട്ടബിൾ ഫോർ ഹോം, അതാ ഞാൻ പറഞ്ഞു, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇത് ആർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? എന്താണ്? സ്ട്രോങ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇൻ എന്താണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ഇപ്പൊ ഡീറ്റ് എന്തല്ല അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ഡീറ്റിങ് വായിച്ച് പഠിച്ച് ക്ലാസ് ഒക്കെ നോക്കി നിങ്ങൾ മിസ്സായിട്ടുണ്ട് ക്ലാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾ പറഞ്ഞാൽ ഡീറ്റ് നിങ്ങൾ ക്ലാസ് മേടിച്ച് അതിനുള്ള സമയം ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓൾറെഡി എന്താണ്, നിങ്ങൾ എക്സാമിന് വേണ്ടി വെൽ പ്രിപ്പയർഡ് ഫോർ ജൂൺ 2026 ബട്ട് നോട്ട് ക്ലിയർ. നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടന്റ് അറിയാം. വളരെ ചുരുക്കി പറഞ്ഞാൽ കണ്ടന്റ് അറിയാം. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള പ്ലാൻ. ഇപ്പൊ നമ്മൾ ഏത് ഡേറ്റ് ഉള്ളത്? ഓഗസ്റ്റ് 7th അല്ലേ? ഇനി ഇവിടെ അങ്ങോട്ട് 23 അപ്രോക്സിമേറ്റ്ലി, പിന്നെ ഓഗസ്റ്റ്, പിന്നെ ഇത് സെപ്റ്റംബർ, ഒക്ടോബർ വരെ നിങ്ങൾ ക്ലാസ്സിലല്ലേ. അപ്പൊ അതാണ് പറയുന്നത്. ദിവസം നിങ്ങൾ 2.5 hours പെരത്തും, ഒരു അപ്രോക്സിമേറ്റ്ലി ആണ്, പേഴ്സൺ ടു പേഴ്സൺ എന്തായിരിക്കും ഡിപ്പെൻഡ് ആവും. 2.5 hours എന്തിന്? റിവൈസ് കറണ്ട് ഗ്രൂപ്പ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് എടുത്ത പോർഷൻസ് ഒക്കെ നോക്കാനും പഠിക്കാനുള്ളതാണ് 2.5 hours നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്തിന് സ്പെൻഡ് ചെയ്യണം ഇപ്പോഴത്തെ ഗ്രൂപ്പിന്. 3 hours നിങ്ങളുടെ റിവിഷൻ. ഗ്രൂപ്പ് ഏതാണ്? 1. നേരെ തിരിച്ചാവാലോ, ഞാൻ പറഞ്ഞല്ലോ. 1 ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഗ്രൂപ്പ് 2ന്റെ റിവിഷൻ എടുക്കുക. അടുത്ത്, ഗ്രൂപ്പ് 1 എത്ര റിവിഷൻ ഹവേഴ്സ് അവൈലബിൾ ആണ് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 1 എത്ര അവൈലബിൾ ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓഗസ്റ്റിൽ ഒരു 25 days. ഓക്കെ, അത്ര ഉണ്ടാവില്ല, അപ്രോക്സിമേറ്റ്ലി ഇട്ടതാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 ദിവസം മുന്നേ ചെയ്തായിരുന്നു. അപ്പൊ എത്ര വരും? 75 hours. ദെൻ സെപ്റ്റംബറിൽ 3 വെച്ചിട്ട്, മനസ്സിലായില്ലേ? ഈ 3 ആണ് പറഞ്ഞത്. എവിടെ മുകളിൽ നമ്മൾ ഒരു 3 എഴുതിയില്ലേ? ഈ 3. ഓക്കെ, ആ 3 വെച്ചിട്ട് 25 ദിവസം. പിന്നെ എത്ര ദിവസം? 30 ദിവസം കിട്ടും. സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ 31. അങ്ങനെ മൊത്തം എത്ര കിട്ടും? 258 hours വേണം. വേണം എന്നല്ല, കിട്ടും. അവൈലബിൾ ആയിട്ടുള്ള. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഏത് മുതൽ ഏത് വരെയാണിത്? ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള രാത്രി സമയങ്ങളുടെ പഠനമാണ്. അടുത്തത്, ഈ 258 hours ഇനഫ് ആണെന്ന് വെച്ചാൽ പോരാ. ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ എത്ര വേണം? 300 hours. അപ്പൊ അവിടെ ഫസ്റ്റ് ടൈറ്റ് വന്നു. ഓക്കെ അല്ലേ?
പക്ഷെ ഈ ടൈറ്റിൽ എത്ര ഷോർട്ടേജ് വരുന്നുണ്ട്? 42 hours. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സൺഡേ ഹോളിഡേയ്സും ഒക്കെ വരില്ലേ, ഓണം വെക്കേഷൻ വരും, അങ്ങനെ കുറച്ചൊക്കെ ദിവസങ്ങൾ കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഓണത്തിന് ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചാൽ പറ്റും. വർക്ക് ഓൺലി ഫോർ ഏതാണ്? സ്റ്റുഡൻറ് ഓൾറെഡി പ്രിപ്പയർഡ്. ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം, ഇത് ആർക്കേ അപ്ലിക്കബിൾ ആവുള്ളൂ, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച കുട്ടികൾക്കേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. ലോക്ക് നിങ്ങൾക്ക് 60 hours കിട്ടും, FA 70 കിട്ടും, DT 60, 50 കോസ്റ്റിംഗ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അവേഴ്സ്. ഇത്ര വെച്ച് 300 ഷോർട്ടേജ് നിങ്ങൾ ഹോളിഡേയിൽ കോമ്പൻസേറ്റ് ചെയ്ത പ്രശ്നം തീരും. ഓക്കെ ആണോ? ഇതോടുകൂടെ നമ്മൾ ഏത് കഴിഞ്ഞു? ഒക്ടോബർ വരെയുള്ള പ്ലാൻ കഴിഞ്ഞു. ഇനി നമുക്ക് പക്ക സ്റ്റഡി ലീവ് കിട്ടണം. എന്നത് കിട്ടുക നവംബർ, ഡിസംബർ. നവംബറിൽ അവൈലബിൾ ഹവേഴ്സ് പറയാം. ഈ സ്റ്റഡി ലീവിൽ അവൈലബിൾ ഹവേഴ്സ് നവംബറിൽ 30 ദിവസമാണ്. 12 മണിക്കൂർ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ? 5 മണിക്കൂറൊക്കെ വെച്ച് പഠിക്കുന്നവർ ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഓക്കെ അല്ലേ? ഇതിനെ കുറിച്ച് ആലോചിക്കണ്ട, ഒരു ഗ്രൂപ്പ് എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട. 360 hours കിട്ടും. ദെൻ ഡിസംബറിൽ എത്ര കിട്ടും? 6 ദിവസം മതി. കാരണം ഡിസംബർ 7, 8, 9 ഈ ദിവസങ്ങളിൽ ഏതിന് ഫോക്കസ് ചെയ്യാം? ഫസ്റ്റ് എക്സാം ലോക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാം, ഫൈനൽ റിവിഷനിലേക്ക്. അപ്പൊ അത് എടുക്കണ്ട. അങ്ങനെ ടോട്ടൽ 432 hours കിട്ടും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഗ്രൂപ്പ് 1-ന് എത്ര ഹവേഴ്സാണ്? 200. അപ്പൊ ഗ്രൂപ്പിന് 2-ന് എത്ര ആവും? 232. 2-നാണ് കൂടുതൽ ഇട്ടുള്ളത്, അറിയാലോ. കാരണം 1 നമ്മൾ കൂടുതൽ കംഫർട്ടാണ്. നിങ്ങൾ എപ്പോ ഫസ്റ്റ് ഗ്രൂപ്പിലെ എക്സാമിന് വേണ്ടി പഠിച്ചു, എന്നിട്ട് അന്നത്തെ എക്സാം ക്ലാസ്സുകളിലെ എക്സാമിന് വേണ്ടി പഠിച്ചു, പിന്നെ അടുത്തേതായിരുന്നു മെയിൻ എക്സാമിന് വേണ്ടി അങ്ങനെ പഠിച്ച സാധനമാണ്. അപ്പൊ കുറച്ചുകൂടി കംഫർട്ട് ഉണ്ടാവേണ്ടതാണ് അത്. ഓക്കെ, പഠിച്ച ആളുകളുടെ അവസ്ഥയാണ് ഇത് പറഞ്ഞത്, അല്ലാത്തവരോടൊന്നും പറയല്ല. ദെൻ 232 hours ആണ് ഇതിന് വരെ ഗ്രൂപ്പ് 2ക്ക് വരെ. അപ്പൊ ഇതാണ് ഗ്രൂപ്പ് 1-ന്റെ ഒരു ലാസ്റ്റ് ടൈം റിവിഷനിലുള്ളത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ടൈം പറഞ്ഞാൽ എക്സാമിന്റെ തലേദിവസം വേറെ കിട്ടൂല. അപ്പൊ 50, 40, 50, 30, പിന്നെ കോസ്റ്റിംഗ് ഒക്കെ 30 hours ഉള്ളൂ. ദെൻ ഗ്രൂപ്പ് 2-ന്റെ OM SM 50 hours, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗും 75 hours, 50 കോർപ്പറേറ്റിന് ഓഡിറ്റിംഗിന് 25, പിന്നെ FMBDA കൂടെ 50, മാനേജ്മെന്റ് അക്കൗണ്ടിങ് 60 hours. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഗ്രൂപ്പ് എന്തായിരിക്കും 1 hour നിങ്ങൾക്ക് വീക്ക് 2 നിങ്ങളല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 232 32 കൊണ്ടിട്ട് എവിടെ ഇടാം? 1 ഇടാം. അപ്പൊ നിങ്ങളുടെ ഡിപ്പെൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത സാധനം FA. ഇതിൽ ഞാൻ 2-3 സബ്ജക്റ്റ് കൂടെ ചേർക്കുകയാണ്. FA കോസ്റ്റിംഗ്, പിന്നെ FA കോസ്റ്റിംഗ്, MA, അടുത്തതാണ് FA പ്യൂർലി പ്രോഡക്റ്റ്, പിന്നെ OM SM ഇല്ല, ഇതിൽ OM, പിന്നെ അതാ കമ്പനി അക്കൗണ്ട്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ട്സ്. ഓക്കെ അല്ലേ? കോർപ്പറേറ്റ് അക്കൗണ്ട്സ് അത് ഫസ്റ്റ് ഗ്രൂപ്പിലും പ്യൂർലി ആയിട്ടുള്ള പേപ്പർ. DT ഒക്കെ ഉണ്ട്, അറിയാലോ. നമ്മൾ പറഞ്ഞാൽ അതിന്റെ പ്രൊവിഷനൊക്കെ ഉള്ളായിരുന്നു. ഈ പറയുന്ന പണിയായിട്ട് നടക്കൂല. ഇത്രേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ട് എപ്പോഴും 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പൊ അതിന് എത്ര സമയം വരും എന്ന് വെച്ചാൽ, അത് എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ഈ ടൈമിലല്ല, ഏത് ഈ സ്റ്റഡി ലീവിലെ റിവിഷനിലല്ല. എപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണത്? ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഓഗസ്റ്റ് ടു ഏതിലേക്കാണ്? സെപ്റ്റംബർ വരെയുള്ള, ഒക്ടോബർ വരെയുള്ള ആ സമയത്ത് അതിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട പരിപാടിയാണ് ഇത്. എത്ര വെച്ചിട്ടാണ് ചെയ്യേണ്ടി വരിക? നോക്കൂ, 10 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് 6 മണിക്കൂറാണ്. ശരിക്കും 3 മണിക്കൂറാണ് ഉള്ളത്. അതിൽ 10 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡബിൾ ആക്കാം. കാരണം നമ്മൾ ചില കോൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? കോസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഷാക്കിർ അഹമ്മദ് സാറ് ക്ലാസ്സിൽ കയറേണ്ടി വരും, ക്ലാസ് നോട്ടിൽ കയറണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് തിരിച്ചു വരണം, വേണ്ടേ? അപ്പൊ അതിൻ്റെതായ സമയം എടുക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ നമുക്ക് 10 മണിക്കൂർ എടുക്കണ്ടാവും. സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾ ഹവേഴ്സ് എന്ത് ചെയ്യും? കുറയും. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എന്തായാലും അപ്രോക്സിമേറ്റ്ലി ഒരു 6 hours സ്റ്റാൻഡേർഡ് വെച്ച് 10 ക്വസ്റ്റ്യൻ പേപ്പറിന് 60 വരും. ഇനി അടുത്ത തവണ ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾ എവിടെ ഏതില് ഈ സമയത്തൂല്ലേ സ്റ്റഡി ലീവിന്റെ സമയം. ആ സമയത്ത് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? എടുത്ത് ഇതാക്കുമ്പോ എല്ലാവരും ചെയ്ത് നോക്കണോ? വേണ്ടോണ്ട. ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുക്കുക. ആ 10 ക്വസ്റ്റ്യൻ പേപ്പറിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് ക്വസ്റ്റ്യൻ ആൻസറോടെ മാച്ച് ചെയ്യുക. ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന സാധനം മാത്രം എന്ത് ചെയ്യുമെന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്റ്റിങ്ങിന്
IBS ബുക്സ് യൂട്യൂബ് ചാനലുണ്ട്. കോസ്റ്റിങ്ങിന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഏത് സിലബസിന്റെ മാത്രം 2022 സിലബസിന്റെ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഓക്കെ, സ്കാനർ നോക്കാം. പിന്നെ അറിയാലോ, സജസ്റ്റഡ് ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ റിവിഷൻ എന്തായിരിക്കും, കുറച്ച് സ്പീഡായിട്ട് പോകാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യമാണ് നിങ്ങളുടെ ഇത് ഞങ്ങൾക്ക് പറ്റുമെന്നാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനം. അതാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇങ്ങനെയൊക്കെ ചെയ്താൽ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇന്ന് 7-ാം തീയതി അല്ലേ, ഇനി വരുന്ന കുറച്ച് ദിവസം, ഒരു 22 ദിവസം നമുക്ക് കണക്കാക്കാം. ഓഗസ്റ്റിൽ പറ്റുമോ നോക്കി നോക്കുക. ദിവസം 5 മണിക്കൂർ പഠിക്കാൻ പറ്റുമോ നോക്കാം. 2 hours ഏതാണ് കറണ്ട് ഗ്രൂപ്പ് പറഞ്ഞാൽ ഏതാണ് സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടി. 3 hours ഏതാണ് പ്രീവിയസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടും പറ്റുമോ നോക്കും. ഓക്കെ അല്ലേ, ചെയ്തു നോക്കും. നിങ്ങൾ ഈ ഡിസംബർ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നത്തെ നമ്മളിപ്പോ ഇന്ന് എടുത്ത ഏതാണ് ABC ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ എന്തിലേക്ക് മാറണം, 3 hours എങ്കിലും ഏത് പഠിക്കാൻ പറ്റണം ഫസ്റ്റ് ഗ്രൂപ്പ്. ഇങ്ങനെ കൺസിസ്റ്റന്റ്ലി ഏതുവരെ ഓഗസ്റ്റ് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, തീരുമാനിച്ചോളൂ, ബോത്ത് എഴുതാം. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഏത് എഴുതാം, സെക്കൻഡ് എഴുതാം. ഞാൻ ഇന്നും പറയണ്ടല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യണ്ട, അധ്യാപകരോട് ചോദിച്ചു വരണ്ട, ബോത്ത് എഴുതാൻ നല്ലത് ഏതാന്ന് വെച്ചിട്ട് റിസൾട്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ ഏതാ നല്ലത്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ ഫൈനൽ ഡിസിഷൻ ആണ്. നിങ്ങൾക്ക് ഫൈനൽ ഡിസിഷൻ ഇതാവാം. ഇഫ് യു ആർ കറന്റ്ലി അറ്റൻഡിങ് ഗ്രൂപ്പ് 1 ക്ലാസ് ആണെങ്കിൽ റൈറ്റ് ഏതാണ്, ഗ്രൂപ്പ് 1. ഇഫ് യു ആർ കറന്റ്ലി അറ്റൻഡിങ് ഗ്രൂപ്പ് 2 ക്ലാസ് റൈറ്റ് ഏതാണ്, ഗ്രൂപ്പ് 2. അറ്റൻഡ് ഗ്രൂപ്പ് ഓൺലി സക്സസ്ഫുള്ളി ഫോളോ ദിസ് പ്ലാൻ. ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ ഉണ്ടല്ലോ, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മതി ഇത്. ഓക്കെ അല്ലേ? ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പ് അല്ലാതെ എന്ത് ചെയ്യരുത്, എഴുതരുത്. ഓക്കെ, എന്താ വെച്ചാല് കുട്ടികളുടെ സൈക്കോളജി ഇപ്പൊ ക്ലാസ്സിൽ ഇതാക്കില്ല, ഇപ്പൊ ടെൻഷൻ ആയില്ലോ. അപ്പൊ ചിലർ തീരുമാനിക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യണ്ട, സെക്കൻഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യണ്ട, എഴുതണ്ട, ഏത് എഴുതിയാൽ മതി, ഫസ്റ്റ് പഠിച്ചു വെച്ചല്ലേ. എന്നിട്ട് തിരിച്ചു പോയി നോക്കി നിങ്ങൾ വിചാരിക്കും പഠിക്കാൻ 10 മണിക്കൂറൊക്കെ. പക്ഷെ മിക്കവാറും പോസിബിൾ ആവില്ല. അങ്ങനെ പലരും നിർത്തിപ്പോയാലും എന്ത് ചെയ്യും, പിന്നെ തീരെ ഒഴിവായിട്ട് ഒന്നും അല്ലാതായിട്ടുണ്ടെന്ന് പറയും. കാരണം ഇപ്പൊ നിങ്ങൾ ആ തീരുമാനം എടുത്തിട്ട് വീട്ടിലിരുന്ന് പഠിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ എന്താവും, സ്ട്രെസ്ഫുൾ ആവും. ഒറ്റയ്ക്ക് ഇരുന്നാകുമ്പോൾ റിസൾട്ടിന്റെ ആ ഒരു സങ്കടം ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും നല്ലത് ഇവിടെ വരിക, എന്റർടൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഈ പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്താൽ മതി, എന്റർടൈൻ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ